ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പരിപ്പാണ് ഉണ്ടാക്കുന്നത്. അതിന് 1 ഗ്ലാസ് അരി, 1/2 ഗ്ലാസ് പരിപ്പായിട്ട് കുതിർത്തി അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വറമുളക്, കരിവേപ്പില, കുരുമുളക്, ജീരകം, ഒരു കഷ്ണം കായം, ഒരു കഷ്ണം ഇതുണ്ട് പൂളക്കിഴങ്ങ്, അതൊക്കെ കൂടിയിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. മുളകും കുരുമുളകും ഒക്കെ ആയിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. കരിവേപ്പില ഒക്കെ ആയിട്ട് അത് ചതച്ചെടുത്ത ശേഷം നമുക്ക് പൂളക്കിഴങ്ങ് വേവിക്കാത്ത കപ്പ ഉണ്ടാകില്ലേ, അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് ഈ മാവിലേക്ക്, അരച്ച മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നേന്ത്രപ്പഴവും തേങ്ങ ഇട്ടിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അരച്ചു. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. ഇത് ദോശക്കല്ല് വെച്ചിട്ട് നമുക്ക് ചൂടാക്കി അപ്പം ചൂടാം. എണ്ണ തേച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച ശേഷം ഒന്ന് തുറന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ മേലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. അടിപൊളി ദോശയാണ്. നല്ല ചൊടിയായിട്ടുള്ള എരിവും ഇതൊക്കെ ആയിട്ടുള്ള. ഇതിൻ്റെ കൂടെ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ദോശയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിന് നന്നായിട്ട് പരത്തിയെടുത്തു. എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കാം. പിന്നെ എണ്ണ തേച്ച് മറിച്ചിട്ട ശേഷം നമുക്ക് എടുക്കാം. സൂപ്പറായിട്ടുള്ള ദോശ, അടിപൊളി ദോശ. ഇനി നമുക്ക് പഴം കൊണ്ടുള്ള ദോശ ഉണ്ടാക്കാം. മീൻകുട്ടി അവിയും എല്ലാം ഉണ്ട്. എല്ലാവരും ദോശയൊക്കെ എടുത്ത് കഴിച്ചു. മുളകപ്പം, അരിയും പരിപ്പോട്ടുള്ള മുളകപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ കുറച്ച് മാറ്റി വെച്ചു. അതിന് 2 ചുട്ട് കുട്ടികൾ കഴിച്ചു. അപ്പോൾ അതിന് ബാക്കിയുള്ള മാവ് ഞാനിത് പരത്തുന്നുണ്ട്. പഴവും നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു, പഴുത്തത് അതിനിട്ട് അരച്ചതാണ്. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ല ദോശ, മധുരമുള്ള ദോശ ഇട്ട് കൊടുക്കാം. അപ്പം സൂപ്പറായിരിക്കും. നല്ലൊരു മധുരം, കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.